Theology of the body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality, made during his 129 Wednesday audiences delivered between September 1979 and November 1984. It is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. John Paul II's Theology of the Body. വെൽക്കം ബാക്ക് ടു തിയോളജി ഓഫ് ദ ബോഡി. ശരീരത്തിൻ്റെ ദൈവശാസ്ത്ര പഠന പരമ്പരയുടെ 8ാമത്തെ എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുവാനും പഠിക്കുവാനും പോകുന്നത് നമ്മളിലെല്ലാം പാപത്തിലേക്കുള്ള വലിയ ചായ്വുണ്ട്, ആസക്തി. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അതിനെ വിളിച്ചത് ദ മാൻ ഓഫ് കോൺക്യുപിസൻസ്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ്, അതിൻ്റെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മൾ തുടർന്നുള്ള എപ്പിസോഡുകളിലും നമ്മൾ ചർച്ച ചെയ്യും, പഠിക്കും. അതിനു മുമ്പായിട്ട് നമ്മുടെ ഹൃദയത്തെ നമുക്ക് പരിശുദ്ധാത്മാവിന് തുറന്നു കൊടുക്കാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ കാലഘട്ടത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിലൂടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ലോകത്തിന് നൽകിയ 5 വർഷത്തെ പ്രബോധനങ്ങളുടെ സമാഹാരമാണ് തിയോളജി ഓഫ് ദ ബോഡി അഥവാ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം. അപ്പോൾ ഇത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. അത്ര വലിയ സ്വർഗീയ സത്യങ്ങളാണ് അദ്ദേഹത്തിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ചുകൊണ്ട് നമ്മളെ തന്നെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കാം. ദൈവിക ജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മോടൊപ്പമുണ്ട്. ഈ വലിയ ജ്ഞാനം നമുക്ക് ലഭിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ തുറവി നമ്മുടെ ഹൃദയങ്ങളിൽ ആഴപ്പെടുവാനായിട്ട് അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം നമുക്ക് തേടാം. നമുക്ക് ഒരുമിച്ച് ചൊല്ലിക്കൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വെരി ഗുഡ്. ഇപ്പോഴേ നമ്മളിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് നമ്മളിലുള്ള ഈ പാപത്തിനുള്ള വലിയ ചായ്വ്, ആസക്തി? അപ്പോൾ അതിനു മുമ്പ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മളിലെല്ലാം ഈ ആസക്തി ധാരാളമായി ഉണ്ടോ ഇല്ലയോ? നമുക്ക് നല്ലതായിട്ട് ജീവിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും നമുക്കത് സാധിക്കുന്നില്ല. കാരണം വീണ്ടും നമ്മൾ തെറ്റിലേക്ക് നമ്മൾ അകന്നു പോവുകയാണ്, അല്ലെങ്കിൽ തെറ്റിലേക്ക് നമ്മൾ വീണു പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ് ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കാരണം, അതിനുള്ള പ്രതിവിധി, എങ്ങനെ നമുക്ക് ജീവിതത്തെ ക്രമപ്പെടുത്താൻ പറ്റും തുടങ്ങിയ വിഷയങ്ങൾ നമുക്കിന്ന് ചർച്ച ചെയ്യുകയാണ്. അപ്പം ഞാൻ വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ വിഷ്വലിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പസ്തോലനായ പൗലോസ്ലീഹായെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹവും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒരു തിരുവചനമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മ ചെയ്തു പോകുന്ന ദുർഭകനായ മനുഷ്യനാ ഞാൻ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 15-ഉം 19-ഉം വാക്യങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, ഞാൻ ഇച്ഛിക്കുന്ന എൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ വേറൊരു നിയമമാണുള്ളത്, അതെന്നെ തെറ്റിലേക്ക് നയിക്കുകയാണ്, അത് ഞാൻ ഇച്ഛിക്കാത്ത തിന്മയിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, എന്നെ ഇതിൽ നിന്ന് ആർ വിമോചിപ്പിക്കും? അദ്ദേഹം തന്നെ ഉത്തരം പറയുന്നു, ഇതാ എനിക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. അപ്പോൾ ഇവിടെ വീണ്ടും നമുക്ക് വിഷ്വലിലേക്ക് നോക്കാം. എൻ്റെ അവയവങ്ങളിലാകട്ടെ എൻ്റെ മനസ്സിൻ്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു. അപ്പോൾ എൻ്റെ ആന്തരിക ആത്മാവിൽ നന്മയുണ്ടെങ്കിലും അതുമായിട്ട് പൊരുത്തപ്പെടാതെ യുദ്ധം ചെയ്യുന്ന ഒരു പ്രവണത എന്നിലുണ്ട്. ഇത് നമ്മളിലെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് ശരിക്കും ഈ ആസക്തികൾ അല്ലെങ്കിൽ കോൺക്യുപിസൻസ് എന്ന് നമ്മൾ ഇവിടെ ഈ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. വീണ്ടും നമുക്ക് വിഷ്വലിലേക്ക് നോക്കാം.
CCC മതബോധന ഗ്രന്ഥം 2515 വളരെ വ്യക്തമായിട്ട് ആദ്യ പാപത്തിൽ നിന്നുള്ള അനുസരണക്കേടിൽ നിന്ന് നമുക്ക് ഈ ആസക്തി പുറപ്പെടുന്നു. അത് നമ്മുടെ ധാർമ്മികമായിട്ടുള്ള കഴിവുകളെ, നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ ധാർമ്മികതയെ അത് ഇന്നാക്റ്റീവ് ആക്കുന്നു, പാസീവ് ആക്കുന്നു. അത് അതിൽ തന്നെ ദ്രോഹമല്ല. അവിടെ നോക്കിയാൽ ലാസ്റ്റ് സെൻറ്റൻസ് വായിച്ചേ. അത് അതിൽ തന്നെ ഒരു ദ്രോഹമായിരിക്കാതെ മനുഷ്യനെ പാപം ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, അത് അതിൽ തന്നെ ഒരു തെറ്റാണോ? അത് അല്ല. അതിൽ തന്നെ അതൊരു തെറ്റാണോ? അല്ല. അല്ല. നമുക്ക് അങ്ങനെയുള്ള ആസക്തി നമ്മളിലുള്ളത് അതിൽ തന്നെ തെറ്റല്ല. പക്ഷേ അത് അപകടം ഇതാണ്, അത് നമ്മളെ പാപത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നു. ക്ലിയർ ആയല്ലോ? ഇത് മനസ്സിലായോ? ഓക്കെ, വിഷ്വലിലേക്ക് നമുക്ക് നോക്കാം. ഇത് പാപത്തിലേക്ക് നമുക്ക് വേറൊരു രീതിയിൽ ഈ ആസക്തിയെ കാണുകയാണെങ്കിൽ മനുഷ്യനിലുള്ള പാപത്തിലേക്കുള്ള ചായ്വ്, ഉത്ഭവഭാവ ഫലമായി മനുഷ്യപ്രകൃതിയുടെ കഴിവുകൾ ദുർബലങ്ങളായി അജ്ഞത, വേദന, മരണത്തിൻ്റെ ആധിപത്യം മുതലായവയ്ക്ക് മനുഷ്യപ്രകൃതി വിധേയമാവുകയും പാപപ്രവണത രൂഢമൂലമാവുകയും ചെയ്തു. ഇതിനെയാണ് പാപാസക്തി എന്ന് നമ്മൾ സഭ വിളിക്കുന്നത്. ഇത് മതബോധന ഗ്രന്ഥം 418 പാരഗ്രാഫിൽ നിന്നാണ്. അപ്പോൾ ഇത് വീണ്ടും നിങ്ങൾ വിഷ്വലിലേക്ക് നോക്കുക. മതബോധന ഗ്രന്ഥം അങ്ങോട്ട് തന്നെ നോക്കുക എല്ലാവരും, അതൊന്ന് വായിക്കാം മനസ്സിൽ. 1264 ആദി പാപത്തിൻ്റെ ഫലമായി നമ്മുടെ അഭിലാഷങ്ങൾക്ക് സംഭവിച്ച ക്രമരാഹിത്യത്തെയാണ് ആസക്തി എന്ന് സൂചിപ്പിക്കുന്നത്. എന്നിട്ട് നമ്മൾ വീണ്ടും അതിൻ്റെ അവസാനം വായിക്കുന്നുണ്ട്, ഇത് പാപമല്ലെങ്കിലും പാപത്തിലേക്ക് നയിക്കുന്നു. അതിനെ അനുവാദം കൊടുക്കാത്തവർക്ക് അതിനെ നമ്മളെ ഉപദ്രവിക്കുവാൻ സാധിക്കുകയില്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മളിൽ ഇതുണ്ട്, ഈ പാപത്തിൻ്റെ ആസക്തി ഉണ്ട്. അപ്പം നമ്മൾ എത്ര പുണ്യം ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിലും, എത്ര പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവരാണെങ്കിലും ഇത് നമ്മുടെ നേച്ചറിൽ ഉള്ളതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ അത് അതിൽ തന്നെ തെറ്റല്ല, പാപമല്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ യുവാക്കൾ എന്നോട് ചോദിക്കാറുള്ള ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുക. ഒരു പ്രായമായ ഒരു യുവാവ്, ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ നോക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്തെങ്കിലും വികാരങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. നിങ്ങൾ ടീം എ, ടീം ബി, അതൊരു 30 സെക്കൻഡ്സ് നിങ്ങൾക്ക് തരികയാണ്. ഒന്ന് ഡിസ്കസ് ചെയ്തോ, നിങ്ങൾ പരസ്പരം ഡിസ്കസ് ചെയ്തു. അത് തെറ്റാണോ? ഇവിടെയും നിങ്ങൾ ഡിസ്കസ് ചെയ്തോ, അങ്ങോട്ട് എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്യണേ. ചോദ്യം ഇതാണ്, യുവാവായ ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അയാളുടെ മനസ്സിലൂടെ പല ചിന്തകൾ കടന്നു വരുന്നു. അത് തെറ്റോ ശരിയോ? ഇതാണ് നമ്മുടെ ചോദ്യം. ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞോ? വെരി ഗുഡ്. ആരെങ്കിലും ഒരാൾ ഉത്തരം പറയാമോ നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ? ഒന്ന്, ദൈവം മനുഷ്യന് ചിന്തിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെയുള്ള ചിന്തകളാണ് വരുന്നതിന് അതിനനുസരിച്ച് തെറ്റോ ശരിയോ എന്ന് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഓക്കെ, പെട്ടെന്ന് നമുക്കൊരു ചിന്ത വരികയാവോ, ഇവളൊത്തിരി നല്ലതാണല്ലോ, ഓ ഇവള് എൻ്റെ ഭാര്യയായിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്ത വരികയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടം വരെ ആ ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, മോഹം എന്നത് ഒരു മൂലഭാവമാണല്ലോ. അപ്പോൾ ഇതൊരു മോഹം തന്നെയാണല്ലോ. അപ്പോൾ ഇതൊരു പാപമായിട്ടാണ് എൻ്റെ ഒരു അഭിപ്രായം, ഈ ടീമിൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, നമുക്ക് ഈ ടീമിൻ്റെ അഭിപ്രായം കേൾക്കട്ടെ. താങ്ക് യു. ആരാ ഇവിടെ സംസാരിക്കുന്നത്? ചുരുക്കി പറഞ്ഞോ നിങ്ങളുടെ അഭിപ്രായം. പെട്ടെന്ന് കേൾക്കുമ്പോൾ കാണുമ്പോൾ അതത്ര പാപകരമല്ല എങ്കിലും അതിനെ താലോലിച്ച് കുറച്ച് സമയം കഴിയുമ്പോൾ, ആസക്തിയായി കഴിയുമ്പോൾ അത് പാപമായി മാറുന്നു. ഞാൻ ചോദിച്ചത്, അങ്ങനെ ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരുന്നത് അത് സ്വാഭാവികമാണ്, അത് അതിൽ തന്നെ തെറ്റില്ല. അപ്പം നിങ്ങളെല്ലാം രണ്ടുപേരും പറഞ്ഞു, രണ്ട് ടീം പറഞ്ഞു, നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ് എടുക്കുന്നത് അതിനെ ഡിപ്പെൻഡാണ്. നമ്മുടെ അടുത്ത എപ്പിസോഡുകളിൽ ഈശോ പറഞ്ഞ വാചകത്തെ നമ്മൾ ആസ്പദമാക്കി കൂടുതൽ പഠിക്കുന്നുണ്ട്. ആസക്തിയോടെ ഒരു സ്ത്രീയെ നോക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതിൽ തന്നെ തെറ്റില്ല. പക്ഷെ പിന്നീട് നമ്മൾ എങ്ങോട്ടേക്ക് പോകുന്നു, നമ്മുടെ ചിന്ത, നമ്മുടെ അതിനനുസരിച്ചുള്ള ആക്ഷൻ, അവിടെയാണ്
പാപം. അപ്പോൾ ഇവിടെ ഈ ആസക്തി നമ്മളെ പാപത്തിലേക്ക് വലിച്ചഴയ്ക്കുവാൻ സാധ്യതയുണ്ട്. ഇത് വ്യക്തമായിട്ട് മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിനെ ചുറ്റി ഈ ആസക്തിയെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പ്? സർ, മാമോദിസായിലൂടെ നമുക്ക് ഈ ഉത്ഭവ പാപത്തിൽ നിന്നുള്ളൊരു മോചനം ലഭിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പം നമ്മളിൽ ഇത് ഉണ്ടാവാൻ സാധ്യത എന്തുകൊണ്ടാണ്, ഈ ഒരു ആസക്തി ഉണ്ടാവാൻ സാധ്യത? ഓക്കെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ടെസ്റ്റിൻ ചോദിച്ച ഇതാണ്, മാമോദീസായിലൂടെ നമ്മുടെ ഉത്ഭവഭാവവും അത് സംബന്ധമായിട്ടുള്ള സകല കാര്യങ്ങളും മോചിപ്പിക്കപ്പെടുന്നുണ്ട്, നമ്മൾ പുതിയ ഒരു സൃഷ്ടിയായി മാറുന്നു. പിന്നെയും ഈ ആസക്തി എന്തുകൊണ്ട് നമ്മളിൽ അവശേഷിക്കുന്നു? നമുക്ക് വീണ്ടും അതിനുള്ള ഉത്തരം വിഷ്വലിലേക്ക് നോക്കാം. മതബോധന ഗ്രന്ഥം 1263 നമ്മളെ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. മാമുദീസായിലൂടെ നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടുന്നു, പാപത്തിൻ്റെ ശിക്ഷയും ക്ഷമിക്കപ്പെടുന്നു. ഉത്ഭവപാപമായാലും ശരി, അതിനുശേഷമുള്ള പാപങ്ങളായാലും ശരി, എല്ലാം ക്ഷമിക്കപ്പെടുന്നു. എന്നാൽ നമ്മൾ ഈ പാപം മൂലം നമ്മളിൽ ഏറ്റിരിക്കുന്ന ക്ഷതം, അതിൻ്റെ അനന്തരഫലമായിട്ടാണ് തിന്മയിലേക്കുള്ള ഈ ചായ്വ് നമ്മളിൽ മുദ്രിതമായിരിക്കുന്നത്. അതുപോലെ നിശേഷം എടുത്തു മാറ്റപ്പെടുകയില്ല, എടുത്തു മാറ്റിയിട്ടില്ല. ഇതാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. വീണ്ടും വിഷ്വലിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം ഇതാണ്, തിന്മയിലെ ചാഞ്ഞിരിക്കുന്നതായ മനുഷ്യ പ്രകൃതിക്ക് ഏറ്റ ക്ഷതത്തിൻ്റെ അനന്തരഫലങ്ങൾ നമ്മളിൽ നിലനിൽക്കുന്നു. അത് ആധ്യാത്മിക സമരത്തിനായി നമ്മെ വെല്ലുവിളിക്കുകയാണ്. അതാണ് മതബോധന ഗ്രന്ഥം 405 ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ഇനിയും ഈ ആസക്തികൾ നമ്മൾ എന്തെല്ലാം പാപങ്ങളാണ് ഈ ആസക്തികൾക്കുള്ളിൽ പെടുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. കണ്ണുകളുടെ ദുരാശ, ജഡത്തിൻ്റെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, നാം ചെയ്യുന്ന എല്ലാ പാപങ്ങളും ഈ 3 പ്രലോഭനങ്ങളിൽ ഏതിൻ്റെയും ഫലമാണ്. അപ്പോൾ ഇതൊരു വലിയൊരു ബ്രോഡ് കാറ്റഗറിയിൽ നിന്ന് നമ്മൾ ഈ 3 പാപങ്ങളിലേക്ക് നമ്മുടെ എല്ലാ തിന്മകളും അങ്ങോട്ടേക്ക് പിൻ പോയിൻ്റ് ചെയ്തിരിക്കുക, അതിനെ നെയിൽ ഡൗൺ ചെയ്തിരിക്കുക. ഒന്നിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം, അല്ലെങ്കിൽ ഇതിൽ ഒന്നിൽ കൂടുതൽ നമ്മൾ ചെയ്യുന്ന പാപങ്ങളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് 1 യോഹന്നാൻ്റെ, വീണ്ടും വിഷ്വലിലേക്ക് നിങ്ങൾ നോക്കുക, 1 യോഹന്നാൻ 2:16-17. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നുപോകും, ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു. അപ്പോഴേ ഇനിയും നമ്മൾ ജഡത്തിൻ്റെ ദുരാശ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്? നമ്മുടെ ശരീരത്തെ, ഈ കാണുന്ന നമ്മുടെ ഫിസിക്കൽ നേച്ചറിനെ അത് വളരെയധികം ബാധിക്കുന്നു. കണ്ണുകളുടെ ദുരാശ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ഇതെല്ലാം അതിനെ അഫക്റ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ അഹന്ത നമ്മുടെ വിൽ പവറെ, ഡിറ്റർമിനേഷൻ, സെൽഫ് ഡിറ്റർമിനേഷൻ, ചൂസിങ് പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇച്ഛാശക്തിയെ ബാധിക്കുകയാണ്. അപ്പം നമ്മളിലുള്ള എല്ലാ ഫാക്കൽറ്റീസിനെയും ഈ 3 പാപങ്ങൾ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് സാരം. അപ്പോൾ ഇത് ഇനി നമ്മൾ അടുത്ത സെഷനിൽ തുടർന്ന് നമ്മൾ ചെയ്യുമ്പോൾ ആദ്യ പാപത്തിൽ ഈ 3 എലിമെൻറ്റും ഉണ്ടായിരുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് നമ്മൾ വിഷ്വലിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഹവ്വായ്ക്കുണ്ടായ പ്രലോഭനം നമ്മൾ അവിടെ ഒന്ന് നോക്കിയേ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമുക്കവിടെ കാണാൻ സാധിക്കും, മനോഹരമായ ഒരു കാഴ്ചയാണ് അവളെ കൊടുക്കുവാൻ സാത്താൻ ഉപയോഗിച്ചത്. നമ്മൾ ആ വചനം ഇങ്ങനെയാണ് വരുന്നത്, ആ വൃക്ഷത്തിൻ്റെ പഴം ആസാദ്യവും എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ഏത് എലിമെൻ്റാണ്? ജഡത്തിൻ്റെ ദുരാശ. ഉറക്കെ പറഞ്ഞോ, ജഡത്തിൻ്റെ ദുരാശ. അത് അവൾക്ക് ആസ്വാദ്യമായിട്ട് തോന്നി. കഴിച്ചാൽ നല്ലതായിരിക്കും, പിശാചു എന്ന് പറഞ്ഞ് ഇതൊന്ന് കഴിച്ചു നോക്ക്, അപ്പം ഇത് കഴിച്ചാൽ
ഇതിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ മറ്റുള്ളത് കഴിക്കുന്നത് പോലെയല്ല. അപ്പോൾ ഈ ഒരു ടെംപ്റ്റേഷനാണ് അവൾക്ക് കൊടുത്തത്. അതാണ് ജഡത്തിൻ്റെ ദുരാശയിലൂടെ അവളെ പ്രേരിപ്പിച്ചു. അടുത്തത് വീണ്ടും അങ്ങോട്ടേക്ക് നിങ്ങൾ നോക്കുക. കണ്ണിന് കൗതുകകരമായിരുന്നു ആ ഫലം. എന്താണ് കണ്ണിന് കൗതുകകരമായത്? കണ്ണുകളുടെ ദുരാശ. അവൾക്ക് കണ്ണുകളുടെ ദുരാശ ആ പ്രലോഭനത്തിലൂടെ അവിടെ കൊടുക്കുകയാണ്. വീണ്ടും അങ്ങോട്ടേക്ക് നോക്കുക. അവർക്ക് അറിവേകുവാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ടു. എന്ന് പറഞ്ഞാൽ എന്താ? ജീവിതത്തിന്റെ അഹന്ത. നീ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിനക്ക് ദൈവത്തെ പോലെ ആകുവാൻ സാധിക്കും. ദൈവത്തെ പോലെ എല്ലാം മനസ്സിലാക്കുവാനും എല്ലാം ചെയ്യുവാനും സാധിക്കും. അപ്പം അവ എന്താണ്? അവൾ അത് പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. എന്നാ കൊള്ളാം, എന്നാ ഞാൻ ദൈവത്തെ പോലെ ഒന്ന് ആകട്ടെ, ഞാനും ഭർത്താവും ഇനിയും ദൈവത്തെ പോലെ ആയിട്ടേ ഉള്ളൂ എന്നുള്ള ചിന്ത, ജീവിതത്തിൻ്റെ അഹന്ത. ഇപ്പം ഈ 3 എലിമെൻറ്റും ഈ ആദ്യ പാപത്തിലുണ്ടായിരുന്നു. അതിൻ്റെ എഫക്റ്റാണ് ഇപ്പോഴും നമ്മളിൽ ഉള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് തീർച്ചയായിട്ടും യേശു ക്രിസ്തു വന്ന് നമ്മളെ സ്വതന്ത്രരാക്കി, അവിടുന്ന് നമ്മളെ റിഡീം ചെയ്തു, രക്ഷ നമുക്ക് പ്രദാനം ചെയ്തു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് അതിൻ്റെ അന്ത്യമല്ല, നമുക്ക് രക്ഷ ലഭിച്ചു. നമുക്ക് വീണ്ടും യേശു ക്രിസ്തുവിൻ്റെ നമ്മൾ വിഷ്വലിലേക്ക് നോക്കുക. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മളെ യേശുവിൻ്റെ ആ ടെംപ്റ്റേഷൻ നമ്മൾ കാണുന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണ് എങ്കിൽ ഈ കല്ലുകൾ അപ്പമായി തീരുവാൻ പറയുക. എന്ത് ദുരാശ അവിടെ കൊടുത്തത് ഈശോയ്ക്ക് ടെംപ്റ്റേഷനിൽ? ജഡത്തിന്റെ ദുരാശ. കാരണം നീ ഇങ്ങനെ വിശന്നിരിക്കേണ്ട കാര്യമില്ല. 40 ദിവസം ഇവിടെ വിശന്നിങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നീ ദൈവപുത്രനാ, ദേ ഇവിടെ കല്ലുകളുണ്ട്, അതിനെയൊക്കെ അപ്പമാക്കാൻ പറഞ്ഞ് അത്ഭുതം പ്രവർത്തിച്ച് വയറു നിറയെ തിന്ന് സുഭിക്ഷമായിട്ട് ഇവിടെ ഇരിക്കേ. ജഡത്തിൻ്റെ ദുരാശ. ഓക്കെ, ഈശോ അതിനെ മറികടന്നു, ഈശോ അതിനെ ജയിച്ചു. അത് നമുക്ക് വ്യക്തമായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. വീണ്ടും നിങ്ങൾ വിഷ്വലിലേക്ക് നോക്കുക. ഇവിടെ എന്താണ്? പിശാച് വീണ്ടും ഒരു ഉയർന്ന മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും കാണിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാൻ പോവുകയാണ്. എന്താണിത്? ഇത് ഏത് ദുരാശയാണ് പിശാച് കൊണ്ട് പ്രലോഭിപ്പിച്ച യേശുവിനെ? കണ്ണിന്റെ ദുരാശ. കണ്ണുകളുടെ ദുരാശ. കണ്ണുകളുടെ ദുരാശ. കണ്ണുകളിലൂടെ യേശുവിനെ എല്ലാം കാണിച്ചിട്ട് പറഞ്ഞു, ഇത് മുഴുവനും നിനക്ക് വെട്ടിപ്പിടിച്ച് ഞാൻ നിനക്ക് തരാം, എൻ്റെ സ്വന്തമാ, പക്ഷെ നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ മതി. ഈശോ അവിടെയും വിജയിക്കുകയാണ്, നമുക്ക് വിജയം വാങ്ങിത്തരികയാണ്. ഇനിയും വീണ്ടും വിഷ്വലിലേക്ക് നിങ്ങൾ നോക്ക്. 3-ാമത്തെ പരീക്ഷ എന്തായിരുന്നു? അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക, നീ ഇത്രയും വലിയ ദൈവമാണ്, നീ എന്തിനാ പേടിക്കുന്നത്? ദൂതന്മാർ താഴെ കയ്യിൽ നിന്നെ പുഷ്പം പോലെ വഹിച്ചുകൊണ്ട് ഇതാ നീ ദൈവമാണെന്ന് ലോകം മുഴുവനും അറിയും. പിശാച് നല്ല ഉപദേശമായി ഈശോയ്ക്ക് കൊടുത്തേ. ജീവിതത്തിൻ്റെ അഹന്ത അവൻ പിശാച് ഈശോയുടെ മുമ്പിലേക്ക് തുറന്നു വയ്ക്കുകയാണ്. അങ്ങനെ ഈ 3 പരീക്ഷണങ്ങളിലും ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഈശോ വിധേയനായി അതിനെ ജയിച്ച് നമുക്ക് വിജയം നേടിത്തന്നു. ആദ്യ പാപത്തിൻ്റെ ഫലമായുണ്ടായ ആ 3 പാപത്തിൻ്റെ ഘടകങ്ങളെയും യേശു ഇതാ മാറ്റിമറിച്ചു വിജയം വരിച്ച് നമുക്ക് തന്നിരിക്കുന്നു. അതാണ് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യമാണ് ചിന്തിക്കേണ്ടത്. നമുക്ക് ഈ ആസക്തികൾ ഉണ്ടെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അത് അതിൽ തന്നെ ഒരു എൻഡല്ല. കാരണം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളുടെ ബിഗിനിങ് എന്ന് പറയുന്നത് ഈ പാപത്തിൻ്റെ അവസ്ഥയല്ല, ഒറിജിനൽ ഇന്നസെൻസ് എന്ന് പറയും. നമുക്കൊരു തിയോളജിക്കൽ പ്രീ ഹിസ്റ്ററി ഉണ്ട്, ഒരു തിയോളജിക്കൽ ഫൗണ്ടേഷൻ നമുക്കുണ്ട്.
ദൈവവുമായി ഒന്നായി ചേർന്ന ഒരു ഫൗണ്ടേഷൻ, ഒരു തിയോളജിക്കൽ പ്രീ ഹിസ്റ്ററിയാണ് നമുക്കുള്ളത്. പക്ഷേ പാപം മൂലം നമ്മളത് നഷ്ടപ്പെടുത്തിയെങ്കിലും യേശു ക്രിസ്തു തിരിച്ച് നമ്മളെ വീണ്ടും അതേ അവസ്ഥയിലേക്ക് നമ്മളെ ദൈവവുമായി ഒന്നാക്കി തീർക്കുവാനുള്ള ആ വലിയ റിഡംഷൻ, രക്ഷ നമുക്ക് നൽകിക്കഴിഞ്ഞു. നമ്മളത് ആസ്വദിച്ചാൽ മതി, നമ്മളത് ക്ലെയിം ചെയ്താൽ മതി, നമ്മളത് സ്വീകരിച്ചാൽ മതി, നമ്മളത് ജീവിതത്തിൽ നമ്മൾ അത് സന്തോഷപൂർവ്വം സ്വീകരിച്ച് അനുഭവിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്കൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ബിഗിനിങ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആരാണ്? ഈ പാപത്തിന് അടിമപ്പെട്ട വീക്കായിട്ടുള്ള മനുഷ്യരാണോ? അല്ല. ദൈവത്തിൻ്റെ ആ വലിയ കൃപയിൽ നിറഞ്ഞ ഭയങ്കര ഒരു ബാക്ക്ഗ്രൗണ്ട് ട്രഡീഷൻ, നമ്മൾ പറയത്തില്ലേ പാരമ്പര്യമുള്ളവരാ നമ്മളെന്ന് പറയത്തില്ലേ, ഇതാണ് നമ്മുടെ പാരമ്പര്യം. ദൈവസ്നേഹത്തിൽ നിറഞ്ഞ, ദൈവവുമായി ഒന്നായി ചേർന്ന ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. പാപം മൂലം നമുക്കത് നഷ്ടപ്പെട്ടു. ഈശോ നമുക്കത് വീണ്ടും എടുത്ത് വീണ്ടും നമ്മളെ ആ പാരമ്പര്യത്തിലേക്ക് തന്നെ വളർത്തുവാനാണ് ഈ ലോകത്തിൽ കടന്നു വന്നത്. എന്നിട്ട് വീണ്ടും നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനി എവിടെയാണ് നമ്മൾ എത്തിച്ചേരുന്നത്? വീണ്ടും ആ വണ്ണസ്സിൽ, ദൈവവുമായിട്ടുള്ള ആ ഒന്നു ചേരലിൽ ഈ തീർത്ഥാടന യാത്രയ്ക്ക് ശേഷം നമ്മളെല്ലാവരും എത്തിച്ചേരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ, ക്ലാസ് റൂമിന് ചോദ്യങ്ങളുണ്ടെങ്കിൽ, അടുത്ത നമ്മുടെ എപ്പിസോഡ് എന്താണ് ഈ ജഡത്തിൻ്റെ ദുരാശ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ബാക്കി ക്ലാസ്സുകളും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞങ്ങളെ ആകാംക്ഷപൂർവം ശ്രവിച്ചുകൊണ്ടിരുന്ന, കണ്ടുകൊണ്ടിരുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ ബൈ. ജീസസ് ലവ്സ് യു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. info@tobforlife.org. TOBയുടെ പഠന പരമ്പരയിലെ അടുത്ത എപ്പിസോഡ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് എന്താണ് ജഡത്തിൻ്റെ ദുരാശ. ജഡത്തിൻ്റെ ദുരാശയിൽ നമ്മുടെ ജീവിതത്തിലെ ഏതെല്ലാം സാഹചര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ അവിടെ ചർച്ച ചെയ്യും, പഠിക്കും. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങളുടെ ചോദ്യങ്ങൾ, അതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങൾ എല്ലാം നിങ്ങൾക്ക് അടുത്ത ജഡത്തിൻ്റെ ദുരാശയിൽ പലതും നിങ്ങൾക്ക് വ്യക്തമായിട്ട് ക്ലിയർ ആകും. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. എന്താണ് ജഡത്തിൻ്റെ ദുരാശ? John Paul II's Theology of the Body.